ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാലു ലച്ചു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോ കുക്കിങ്ങിനെ കുറിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞായറാഴ്ചത്തെ മാത്രമേ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ചെയ്യാൻ പറ്റൂ. എന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങൾ റേഷൻ കടയിൽ പോകണ്ടേ. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചയിൽ എനിക്ക് നടന്ന സംഭവങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ച് രാവിലെ മുഖത്തല ക്ഷേത്രത്തിലൊന്ന് പോകുന്നേ. അപ്പോൾ ഞങ്ങൾ ബാക്കിലെ സൈഡിലുള്ള വാതിലിൽ കൂടെ അകത്ത് കയറിയത് കേട്ടോ. 4 വശത്തും വാതിലുണ്ട്. ഏത് വാതിലിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അമ്പലത്തിൽ ഉത്സവമായ നടക്കുന്നത് കൊണ്ടായിരുന്നു ഈ തിരക്കെ. നമുക്ക് ഭഗവാനെ കാണാനുള്ള തിരക്ക്. അകത്ത് കയറുന്നേടാ ഇത്ര ഡിസ്റ്റൻസ് ബാക്കിലാണ് ഞങ്ങൾ നിന്ന് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കുക, അത്രയ്ക്ക് തിരക്കായിരുന്നു അമ്പലത്തിൽ. അപ്പം ഞങ്ങളവിടെ ക്യൂ നിന്നപ്പോൾ ഒരു ആന വന്നു കേട്ടോ. അത് കുറേ ഓലയൊക്കെ ആയിട്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ ആന എന്തോ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ, ആനയെ കാണാനും ആന ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണാനും ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ അത് ഓലയെല്ലാം കൊണ്ടുവന്ന് അവിടെ സൈഡിൽ വെച്ച് പിന്നെ ഒരു കുളി അങ്ങ് നടത്തി. കുക്കറിനകത്ത് ഓസിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അവർ. അപ്പോൾ അത് വെച്ച് തുമ്പിക്കയില എടുത്ത് കുളിക്കുവേണ്ട. എന്താ രസം കാണാനല്ലേ. പിന്നെ ഈ ക്യൂ എന്ന് പറയുന്നത് അന്നദാനം കഴിക്കാനുള്ള ക്യൂ ആട്ടോ. ഇത് സമയമൊന്നും ആയിട്ടില്ല, ഇപ്പോഴേ ക്യൂ നിൽക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം തൊഴുതു. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷനാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു തൊഴുതു. ഭഗവാനെയൊക്കെ കണ്ടു തൊഴുതു. നമ്മളെ പരാതികളും വിഷമങ്ങളും എല്ലാം ബോധിപ്പിച്ചു. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്ഥലമുണ്ട് ഈ അമ്പലത്തിൽ. എത്ര ആനകളെ വേണമെങ്കിലും നിരത്തി നിർത്താനുള്ള അത്രയും സ്ഥലമുണ്ട്. അത് ഞങ്ങൾ അവിടെ എല്ലാം അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയേ. അപ്പോൾ തിരിച്ചൊരു ഹോട്ടലിൽ കയറി വല്ലതും ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ട, വീട്ടിൽ പോയി വല്ലതും ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു മാഗി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ യെപ്പി നൂഡിൽസ് ഒരു പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നേ. ഇത് ഞാൻ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് വാട്ടിയിട്ട് പിന്നെ മുട്ട ഒഴിച്ച് ചിക്കി തോത്തി എടുത്തതാട്ടോ. പിന്നെ ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ നൂഡിൽസ് തട്ടിയിട്ടു. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ അതങ്ങ് ഊറ്റിയെടുത്തിട്ട് ഈ മിശ്രിതം ഇല്ലേ, നമ്മൾ മുട്ടയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വാട്ടി ഇതെടുത്തില്ലേ, ചിക്കി തോത്തി എടുത്തില്ലേ, അതിലേക്ക് അത് തട്ടിയിട്ടേ. ആദ്യം ഞാൻ ഇതിനകത്ത് ഇടുന്ന ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ, അതിനകത്തൊരു മസാലപ്പൊടി ഉണ്ടല്ലോ മറ്റേ ഫ്ലേവർ, അത് ആദ്യം ഒരെണ്ണം പൊട്ടിച്ചിട്ടായിരുന്നു. പക്ഷേ അത് ഇത് യെപ്പി നൂഡിൽസ് ഇത് കുറച്ച് സ്പൈസി ആണല്ലോ. അപ്പോൾ അത് പോരാത്തോണ്ട് പിന്നെ ഞാൻ ഒരു പാക്കറ്റും കൂടെ പൊട്ടിച്ചിട്ടു കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തു കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. ക്യാരറ്റ്, കയ്യിലുള്ള ഏതൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതെല്ലാം കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ഉണ്ടോ അതെല്ലാം നമുക്കിതിൽ ചേർക്കാം. പക്ഷെ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയതില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനി ഒരു കല്യാണത്തിന് പോകണം. അതുകൊണ്ട് പെട്ടെന്ന് അത് ഉണ്ടാക്കിയവന്മാർക്ക് കൊടുത്തിട്ട് പിന്നെ നേരെ ഞങ്ങൾ കല്യാണത്തിന് പോയി കേട്ടോ. സന ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. എൻ്റെ അടിപൊളി കല്യാണമായിരുന്നു. പക്ഷെ ഞങ്ങൾ സ്വല്പം ലേറ്റായിട്ടായിരുന്നു പോയത്. അപ്പോഴത്തേക്ക് മാലയിടിയിലൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ നേരത്തെ ആയിരുന്നു കല്യാണത്തിൻ്റെ മുഹൂർത്തമേ. അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ കല്യാണമൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. ഇത് പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബറും എൻ്റെ ഫ്രണ്ടും എൻ്റെ റിലേറ്റീവും എല്ലാം കൂടെ ചേർന്നതാട്ടോ. നിഷ, അവളുടെ മോളാണത്. പിന്നെ അവരെല്ലാം കണ്ടത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ വല്യമ്മച്ചിയുടെ മോളും ഹസ്ബൻഡും ഇത്. പിന്നെ മറ്റേത് എൻ്റെ മാമൻ്റെ ഭാര്യ മാമിയാണ്. അങ്ങനെ സദ്യയൊക്കെ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സദ്യയായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ കുക്ക് ആരാന്ന് ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്തായിരുന്നു. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതെൻ്റെ മാമൻ്റെ ഭാര്യ കേട്ടോ, ലീലമാമി ഞങ്ങളുടെ. അങ്ങനെ സദ്യയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടു. സൂപ്പറായിരുന്നു കേട്ടോ സദ്യ. പിന്നെ ഞങ്ങൾ തിരിച്ച് അവൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒരു കേക്ക് ലക്ഷ്മി കയറി ഒരു കേക്ക് മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സമാറിൽ പോയി അവന്മാർക്ക് 2 ഫുഡ് മേടിച്ചു. മറ്റേ കുട്ടൻ ബിരിയാണി മേടിച്ചു. അവിടുത്തെ സിഗ്നേച്ചർ ഫുഡാണ് അത് കേട്ടോ, കുട്ടൻ ബിരിയാണി സമാർ ഹോട്ടലിലെ. അങ്ങനെ അവിടെ കയറി അതും മേടിച്ചു. അവന്മാർ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. വന്ന ഉടനെ 2ഉം കൂടെ വന്ന് ഫുഡ് എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് കേക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് ഞങ്ങൾ റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങൾ മാത്രമായിട്ട് അങ്ങ് ആഘോഷിച്ചു, കേക്ക് മുറിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് അവന് ഒരു കൊറിയർ വന്നു കേട്ടോ. അവൻ്റെ ഫ്രണ്ട് അയച്ചു കൊടുത്ത 3 ടീഷർട്ടല്ല സാധാ ഷർട്ടായിരുന്നേ. അവൻ്റെ ഫ്രണ്ട് അയച്ചു കൊടുത്തതാട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അങ്ങനെ 3 ഷർട്ട് വന്നു കൊറിയർ. അവൻ വളരെ ഹാപ്പിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് കുടുംബശ്രീ ഉണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ അവർക്ക് ഞാൻ ഒന്ന് പായസം വെച്ച വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി കേട്ടോ. അങ്ങനെ കുടുംബശ്രീയൊക്കെ നടന്നു വീട്ടിൽ.
ഇന്ന് എൻ്റെ കൂടെ വരുന്നു. ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിലായിരുന്നു കുടുംബശ്രീ. പിന്നെ ഞങ്ങൾ രാത്രിത്തെ ഫുഡ് റെമീസിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചോട്ടെ. അങ്ങനെ ഞങ്ങൾ കൊട്ടിയത്തുള്ള റെമീസിലാണ് പോയത് കേട്ടോ. മറ്റേ കൊല്ലത്തെ റെമീസ് എന്തോ ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ ഡെലിവറി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കൊട്ടിയ റെമീസിലാണ് പോയത് കേട്ടോ. ഞങ്ങളൊരു 6:30 മണിയായപ്പോഴാണ് അവിടെ ചെന്നത്. പക്ഷേ അന്നേരം അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലായിടവും നല്ല ആരും ഇല്ലാതെ നല്ല വിജനമായിട്ട് കിടക്കുമായിരുന്നേ. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഫസ്റ്റ് ചെന്നപ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ ലക്ഷ്മി ഫാമിലിയും വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഈ ഹോട്ടൽ കേട്ടോ. ഞങ്ങൾ മുകളിലത്തെ നില ഞങ്ങൾ കയറിയത്. 2 നിലയുണ്ട് ഈ റെമീസ് ഹോട്ടൽ കേട്ടോ. റെമീസിലെ ഫുഡ് നിങ്ങളടുത്ത് ഞാൻ പറയണ്ടല്ലോ, അത്രയ്ക്ക് ടേസ്റ്റി ഫുഡാണ്. അപ്പോഴത്തേക്ക് ലക്ഷ്മി ഫാമിലി എത്തി. അവർ സ്വല്പം ലേറ്റായി കേട്ടോ. അവരൊരു ഗിഫ്റ്റ് മേടിക്കാൻ പോയതാണ് ശംഭുവിന്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു കേക്ക്. പക്ഷെ ഞങ്ങൾ അവിടെ വെച്ച് കേക്ക് മുറിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഫുഡൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പിന്നെ കേക്ക് മുറിക്കുന്ന കാര്യം അങ്ങ് മറന്നുപോയി. പിന്നെ ഞങ്ങൾ അവിടെ അങ്ങ് ഭയങ്കര തിരക്കുമായിപ്പോയി. പിന്നെ ഞങ്ങൾ കേക്ക് വീട്ടിൽ കൊണ്ടുവച്ച് മുറിച്ചത് കേട്ടോ. അങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവരവർ ഓർഡർ ചെയ്തത് കേട്ടോ. ചിക്കൻ ബാർബിക്യൂ, പിന്നെ ബട്ടർ നാൻ, ബൊറോട്ട, മട്ടൺ റെമീസ, ഡ്രാഗൺ ചിക്കൻ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് എന്ന് വേണ്ട അവിടെ ഉള്ള സകലമാന ഐറ്റങ്ങൾ അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ അടുത്ത ഈ റെമീസിലെ ഫുഡിൻ്റെ ടേസ്റ്റ് പറയണ്ടല്ലോ, അത് അവിടെ പോയി കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. കൊല്ലം റെമീസിൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റ് അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എല്ലാവരും ഓരോ ഡ്രിങ്ക്സും ഫ്രൂട്ട് സലാഡ്, ലാസ്റ്റ് ഒരു സ്വീറ്റ് വേണമല്ലോ. അപ്പം ഫ്രൂട്ട് സലാഡും ഡ്രിങ്ക്സും ഒക്കെ ഓർഡർ ചെയ്ത് അവരവർക്ക് ഇഷ്ടമുള്ള. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അതൊരു വെറൈറ്റി ഫ്രൂട്ട് സലാഡായിരുന്നു കേട്ടോ. സാധാരണ എല്ലായിടവും പോയി കഴിക്കുന്ന ടേസ്റ്റ് അല്ലായിരുന്നു ഈ ഫ്രൂട്ട് സലാഡിനെ. അടിപൊളി ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞാൻ കാണിച്ചില്ലായിരുന്നോ, റെസ്റ്റോറൻറ്റ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ എൻ്റെ അമ്മോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെ ഒരു സ്പേസ് പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ പക്ഷേ ബുക്ക് ചെയ്തിട്ടായിരുന്നു നേരത്തെ പോയത്. നമുക്ക് ആ തിരക്ക് കണ്ടില്ല, എന്തുമാത്രം തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു പയ്യനെ വിളിച്ച് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുപ്പിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ശരി, ഓക്കേ.